കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മുത്തശ്ശിയുടെ ചെറുമോളുടെ സ്ഥാനം എന്റെ മനസ്സിലായതുകൊണ്ടാണ് എന്റെ മനസ്സിങ്ങനെ നിലാവ് പോലെ ആയത്. ഇത് ചെമ്പ് മോതിരോ? ഇതാരാണോ എടുക്കുന്നത് അവരവരുടെ ജീവിത പങ്കാളിയെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുന്ന അർത്ഥം. മോളെ, അളിയ, നിങ്ങൾ രണ്ടുപേരും ജയിച്ചു. എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും കൂടി കുടുംബത്തോടെ സന്തോഷിക്കുവാണല്ലേ? നിങ്ങളുടെ സന്തോഷം അവസാനിപ്പിക്കാതെ ഞാനിവിടുന്ന് പോവില്ല. പുതുതായി വിവാഹം കഴിച്ച നവദമ്പതിമാര് സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഉത്സാഹത്തോടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ജീവിതം ഒരു നാടകം പോലെയാണ്. അതിലെ തോൽവികളൊക്കെ വിജയം പോലെ ഏറ്റെടുക്കണം. അതുകൊണ്ടാ ഈ പൂപ്പന്ത് കൊണ്ട് കളിക്കാൻ പറഞ്ഞത്. ഈ കളികളൊക്കെ വെറുതെ ആണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിന് പിന്നിൽ ഇത്രയും കഥകളൊക്കെ ഉണ്ടായിരുന്നോ? അത് മാത്രല്ലടാ, ആരായിരുന്നാലും ശരി കുറച്ച് പേടിയും ഭയവും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ട് ഒരാൾക്ക് തുണയായി മാറി നല്ല കൂട്ടുകാരായി ഒരുമയോടെ ഇരിക്കാൻ ചെയ്യുന്നതാണ് ഈ കർമ്മങ്ങളൊക്കെ തന്നെ. അതുകൊണ്ടാണ് പുതിയതായിട്ട് കല്യാണം കഴിച്ചവരെ ഈ പൂപ്പന്തിൽ കളിക്കാൻ പറയുന്നത്. ഞാൻ എന്തൊക്കെ വിചാരിച്ചു, മുതിർന്നവർ എന്തെങ്കിലും കാരണം കൊണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നെനിക്കിപ്പോ മനസ്സിലായി. ചടങ്ങും ആചാരങ്ങളും സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാക്കിയതിനുള്ള കാരണം ഇതൊക്കെയാ മോനെ. ആ അർജുൻ, നിങ്ങൾ കളിക്കും മോനെ. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ, ഉള്ളം താനെ പാടുന്നെന്തേ, മെല്ലെ മെല്ലെ മൂളുന്നെന്തേ, മൃദുലമാ മധുരവും മധുകണം കരുതിയോ ചിറകിലാ സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ
എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാം എല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ കാമിനി രൂപിണി കാമിനി രൂപിണി. గతంలోని కథంతోని కథంలోన కథంతే ఓ క్షణం పెంచిన గుప్పెడు గుండెకు పండగ ఆవేనా ഞാൻ കരുതിയതുപോലെ തന്നെ അർജുന്റെയും ഭവാനിയുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ശാന്തി മുഹൂർത്തവും നടക്കാൻ പോവാ. ഭവാനിയെ എന്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം. ഉറപ്പായും അത് സാധിക്കും. എന്താ ചിന്തിക്കുന്നേ? നിന്റെ അനുജനും ഭവാനിക്കും കല്യാണം നടന്നതുകൊണ്ട് നീ എന്തോ ഭയങ്കര ഒരു കാര്യം സാധിച്ച പോലൊരു ഭാവമുണ്ട് നിനക്ക്. നാഗദേവത നിന്റെ അനുജൻ അർജുനെ കൊത്തി കൊല്ലുന്നൊരു ശപഥം ചെയ്തിട്ടുണ്ട്. ആ കാര്യം നീ മറന്നിട്ടില്ലല്ലോ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ അനിയനെ കൊല്ലാൻ വന്ന നാഗദേവതയെ ഭവാനി തടഞ്ഞത് നിങ്ങൾ കണ്ടതല്ലേ? അത് നിങ്ങൾക്ക് ഓർമ്മേണ്ടെന്ന് കരുതുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചെന്ന് കരുതി എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. നടന്നതെല്ലാം ക്ഷമിച്ച് വെറുതെ വിടാൻ വേണ്ടി നാഗദേവത ഒരു മനുഷ്യ സ്ത്രീയല്ല, നാഗകുലത്തിൽപ്പെട്ടവൾ. പാമ്പുകൾ ഒരു പ്രാവശ്യം പകരം വിട്ടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും ശരി, അവിടെ വന്ന് കണ്ടുപിടിച്ച് പ്രതികാരം ചെയ്തിരിക്കും. അത് നീ മറക്കരുത്. ഭവാനിയെ എന്റെ മോനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നീ എനിക്ക് വാക്ക് തന്നതാ. പക്ഷെ നീ എന്നെ ചതിച്ചു. അങ്ങനെ പറഞ്ഞു പറ്റിച്ച് നീ എന്നെ ചതിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ നിന്റെ അനിയൻ ചാകാവുന്ന അവസ്ഥയിൽ വരെ എത്തിയത്. നിന്റെ അനിയൻ ചാകൂന്നുള്ളത് അവന്റെ വിധി. അവൻ ചത്തതിന് ശേഷം അവന്റെ മരണാനന്തര ചടങ്ങുകൾ തീരുന്നതിന് മുമ്പേ തന്നെ എന്റെ മകനെ കൊണ്ട് ഭവാനിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. അതിനുശേഷം എന്റെ മകനാണല്ലോ ഈ വീട്ടിലെ മരുമകൻ. പിന്നെ ഞാനാരാ? ഈ നാട്ടിന്റെ തന്നെ അധിപതിയാകും.
എന്താ അധിപതിയാകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തിന്റെ അധിപതിയാ? ആരധിപതിയാകുന്ന? അത് എന്താന്ന് വെച്ചാ മോനെ, അത് മോന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഭവാനിയുടെ കല്യാണം കണ്ട് ആനന്ദക്കണ്ണീർ പൊഴിച്ച് സന്തോഷിച്ചേനെ. അതാ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ചോദിച്ചത് കല്യാണത്തെ കുറിച്ചല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അധിപതി എന്നൊരു വാക്ക് കേട്ടു. അതെന്ന് വെച്ചാല് അധിപതി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതെന്ന് വെച്ചാ എന്റെ അളിയേ, മോന്റെ അച്ഛൻ ഈ വീടിന്, ഈ നാട്ടിന്റെ അധിപതി അല്ലായിരുന്നു. അളിയില്ലാത്തതിന്റെ ഒരു കുറവ്, അത് കുറവ് തന്നെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോനെ. എന്റെ അളിയനെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് തെറ്റാണോ മോനെ? ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒന്നേ അറിയുമായിരുന്നല്ലേ? ഇത്രയൊക്കെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതിനുള്ള ബന്ധം ഇതിനു മുന്നേ നിങ്ങളുടെ ഇടയിൽ എപ്പോഴാണ് ഉണ്ടായത്? ഇതിനു മുമ്പും 2-3 പ്രാവശ്യം നിങ്ങൾ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എൻ്റെ അമ്മാവനെ അറിയായിരുന്നോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ഈ ചിറ്റപ്പനാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയസ്സിന് മൂത്തതല്ലേ, എന്തെങ്കിലും പറയുമ്പോ കേട്ടോണ്ടിരിക്കണമല്ലോ. എല്ലാവരും അകത്തുള്ളപ്പോ നീ മാത്രം തന്നെ പുറത്തേക്കുന്നത്. അകത്ത് പോ. ശരി ചേട്ടാ. വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഇത് മണ്ടത്തരാണോ അതോ നിങ്ങൾക്ക് ഭ്രാന്താണോ എന്നെനിക്കറിയില്ല. ആ സാൻവിയോട് പറയുന്നത് അങ്ങനെ ഇവൻ കേട്ടിരുന്നെങ്കിൽ എല്ലാം തീർന്നു പോയനെ ഇപ്പൊ. ദൈവമേ, അല്ല നാഗദേവതേ, ആ സഞ്ജീവ മാണിക്കനെടുത്ത് കണ്ടുപിടിച്ച് അവനെ ചാവുന്നത് വരെ കൊത്തി കൊത്തി കൊല്ലുമെന്നൊക്കെ വീമ്പിളൊക്കെ ഇട്ട് ഇപ്പൊ എന്തായി? വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് വീട്ടിൽ വന്ന് അവനെ കൊത്തി കൊന്നളഞ്ഞൂടായിരുന്നോ? എവിടെ പോയി നാഗദേവതേ നിങ്ങള്? शिवं भवहरं हरं शिवं 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 शिवं भवहरं हरं എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ പുറ്റിലെ മണ്ണെടുത്ത് നീ നെറ്റിയിൽ ചാർത്തിയിരിക്കുവാണല്ലേ? എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ എന്ത് വിദ്യ പ്രയോഗിച്ചാലും നിന്നെ കൊല്ലാതെ ഞാൻ ഇവിടുന്ന് തിരികെ പോകില്ല.
അളിയൊന്നും കഴിക്കാതിരിക്കാണെന്ന് കേട്ടില്ല. എനിക്കെന്തോ വിശപ്പില്ല അളിയ. ആണോ? ശരി, എന്നാ ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തുകൂടാ. അളിയ അളിയ വേണ്ട. പറഞ്ഞാ കേട്ടില്ലല്ലോ. ചേട്ടാ താങ്ക്സ് റബുജി. എന്താണ് ചേട്ടാ, നല്ല ഹാപ്പി മൂഡിലാണല്ലോ ഇരിക്കുന്നത്. എടാ നീ കൊച്ചു പയ്യനല്ലടാ, എന്തിനാണ് നീ ഇതൊക്കെ അറിയുന്നേ? അച്ഛൻ പറഞ്ഞു ചേട്ടൻ്റെ അടുത്തിരുന്ന് വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്, വേഗം തിരിച്ചു വരണമെന്ന്. വെരി ഗുഡ്. നീ നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്പ്പോ. ആ ശരി ചേട്ടാ, ബൈ ബൈ, ഞാൻ പോവാ. ബൈ ബുജി. ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. മോനെ അർജുൻ, എന്താ ചേച്ചി? എന്താ മോനെ ആപ്പിളൊക്കെ കഴിക്കുന്നേ? ഞാൻ കഴിക്കാതിരിക്കാന്ന് പറഞ്ഞപ്പോ അളിയനാ കൊടുത്തു വിട്ടത്. നീ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ആപ്പിൾ പിന്നീട് കഴിക്കാം, നീ ആദ്യം ഈ പായസം കഴിക്കാം. താങ്ക്സ് ചേച്ചി. നീ പായസം കഴിക്ക്, ഞാൻ പോയി എന്റെ ജോലിയൊക്കെ നോക്കട്ടെ. ശരി. വാ. ചേച്ചി, പായസം അടിപൊളിയായിരുന്നു കേട്ടോ. ദേവമാർക്ക് അമൃത് കുടിക്കാനുള്ള ഭാഗ്യം കിട്ടിയുള്ളൂ. എനിക്ക് ചേച്ചിയുടെ പായസം കുടിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ, അതൊരു ഭാഗ്യം തന്നെ ചേച്ചി. അത്ര സൂപ്പർ ടേസ്റ്റ് ചേച്ചി. ശരി, കഴിക്കും.
അർജുൻ, ആ ആപ്പിളിന്റെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ അർജുൻ നീ ഇങ്ങനെ കേടായ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നേ? ഞാൻ കഴിച്ച സമയത്ത് അങ്ങനെ ഇല്ലായിരുന്നു ചേച്ചി, നല്ലത് തന്നെയായിരുന്നു. ദേ ഇതിന്റെ കളറ് മാറിയിരിക്കുന്നത് കണ്ടോ? കഴിക്കുന്നതിന് മുന്നേ ഇതൊക്കെ നോക്കണ്ടേ? ഇത് കണ്ടാലേ അറിയാം കേടായ ആപ്പിൾ ആണെന്ന്. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണോ? കഴിക്കാൻ എടുക്കുമ്പോ നോക്കിക്കൂടെ അർജുൻ? ഇതൊക്കെ കഴിച്ചാല് നിന്റെ ആരോഗ്യം ഇല്ലാതാവില്ലേ? ഓക്കെ. ശരി, നീ ഇപ്പൊ ഇത് കഴിക്ക്. ഓക്കെ ചേച്ചി. വണ്ടർഫുൾ. സമയം എത്രയായി? 10 മണിയാകാൻ ഇനി 5 മിനിറ്റോടെ ഉള്ളൂ ശകുന്തളെ. ചടങ്ങിന് സമയായെന്നാ തോന്നുന്നേ. മോളെ, എന്താ മോളെ? അല്ല, ശാന്തി മുഹൂർത്തത്തിന് നേരമായോന്ന്? അല്ലല്ല, 10 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ഉള്ളപ്പോഴാ മുഹൂർത്തം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഭവാനി അകത്തേക്ക് വിടാം. മോളെ കൗസല്യേ, എന്താ മുത്തശ്ശി? പാല് റെഡിയായോ? ആ പാല് കാച്ചി, അത് സ്റ്റൗവിൽ തന്നെ ഉണ്ട്. അത് ഗ്ലാസ്സിലൊഴിച്ച് ഭവാനിയുടെ കയ്യിൽ കൊടുക്ക്. ശരി.